أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ നമസ്കാരത്തെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറ 62 മുതൽ 64 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്സാബിഈന. ഇന്നല്ലദീന ആമനു, തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിച്ചവരോ, വല്ലദീന ഹാദു, അതുപോലെ തന്നെ യഹൂദരോ, വന്നസ്വാറ, ക്രൈസ്തവരോ, വസ്സാബിഈന, സാബികൾ അഥവാ പുരാതന അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു മതമാണ് സാബികൾ. അവരോ, അവരിൽ നിന്നും മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആര് അല്ലാഹുവിലും അല്ലാഹുവിന്റെ അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും വഅമില സ്വാലിഹാ, സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുവോ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർക്ക് വണ്ണമായ പ്രതിഫലമുണ്ട്. മാത്രമല്ല വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പാടോ ഖേദമോ അവരെ ബാധിക്കുകയില്ല, അവരെ പിടികൂടുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. പേർഷ്യക്കാരനാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം അഗ്നി ആരാധകരുടെ ആ വിശ്വാസത്തിൽപ്പെട്ടയാളായിരുന്നു. അങ്ങനെ സത്യം അന്വേഷിച്ചുള്ള യാത്രയാണ് ഒടുവിൽ അദ്ദേഹത്തെ മദീനയിൽ എത്തിച്ചത്. ഈ സമയത്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചില സഹാബാക്കൾ പറയുകയുണ്ടായി, അദ്ദേഹം അഗ്നി ആരാധകരായിരുന്നു, സാബിഈ മതത്തിൽപ്പെട്ടയാളായിരുന്നു. ഇവിടെ മദീനയിൽ എത്തിയിരിക്കുകയാണ്, സത്യം അന്വേഷിച്ച് മദീനയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മുടെ ഹയാത്ത് സഹാബയിൽ എപ്പോഴും കേട്ടിട്ടുള്ളൊരു സംഭവം, കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. ഒന്ന് പറഞ്ഞു, സത്യവിശ്വാസം സ്വീകരിച്ചവരോ അതല്ലെങ്കിൽ യഹൂദരോ നസാറാക്കളോ സാബികളോ ആരുമായിക്കൊള്ളട്ടെ,
അവരുടെ ഫാസ്റ്റ് അതല്ല ഇവിടെ നോക്കുന്നത്. അവരിൽ ആര് അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ആര് ചെയ്യുന്നുവോ അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും വണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നതാണ്. അവർക്ക് യാതൊരു ഒന്നിനെ പറ്റിയും അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വ്യസനിക്കേണ്ട കാര്യവുമില്ല, ദുഃഖിക്കേണ്ട കാര്യവുമില്ല. അള്ളാഹു തീർത്തു പറയുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന തൗറാത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരാൾ ഏതുവരെ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് വരെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് പുതിയൊരു ശരീഅത്തുമായിട്ടാണ്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു കഴിഞ്ഞപ്പോ പിന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് അസ്ഥിരപ്പെട്ടു. പിന്നെ ആ കാലഘട്ടത്തിൽ ആ ആളുകൾ അവർ വിശ്വസിക്കേണ്ടത് ആരിലാണ്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്, തൗറാത്തിലാണ്, ഇഞ്ചീലിലാണ് അവർ വിശ്വസിക്കേണ്ടത്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് ഇങ്ങനെ നിലനിന്നു വരുന്നു. ഏതുവരെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവോടുകൂടി ഈ ശരീഅത്തും അസ്ഥിരപ്പെട്ടു. പിന്നെ ഇഞ്ചീലിന്റെ നിയമമില്ല, അസ്ഥിരപ്പെട്ടു. തൗറാത്തിന്റെ നിയമമില്ല, അതും അസ്ഥിരപ്പെട്ടു. പിന്നെ ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തും പരിശുദ്ധമായ ഖുർആനിലും വിശ്വസിക്കുകയും അതിനെ അംഗീകരിക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യണം. അത് നിർബന്ധമാണ്, ബാധ്യതയാണ്. അതാണ് ഈ ആയത്തിന്റെ ധ്വനി എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾ മുൻകാലങ്ങളിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്തുടർന്നു. അതിനുശേഷം ഈസാ നബി വന്നു, ഈസാ നബിയെ പിന്തുടരണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം കഴിഞ്ഞു. പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം കഴിഞ്ഞു. പിന്നീട് വിശ്വസിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്, ഖുർആനിലാണ്. അങ്ങനെ വിശ്വസിക്കുകയും അതേപോലെ തന്നെ അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒന്നിനെ പറ്റിയും അവർ ബേജാറാകേണ്ട കാര്യമില്ല, അവർ ഭയപ്പെടേണ്ട കാര്യമില്ല, അവർക്ക് വ്യസനിക്കേണ്ട കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ വലിയ പ്രതിഫലം അവർക്ക് അല്ലാഹു നൽകുന്നതാണ്. മറ്റൊരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിന്റെ ഇടയ്ക്ക് മോചിതരായിട്ട് വന്നതാണ് ഈ ആയത്ത്. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ബനൂ ഇസ്രായേലി സമൂഹത്തിന് അല്ലാഹു തആല ചെയ്തു കൊടുത്ത നിഅമത്തുകളെ ഇങ്ങനെ ഒന്നൊന്നായി അല്ലാഹു പറഞ്ഞു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ ഭാഗം പറയപ്പെട്ടത്. വീണ്ടും അല്ലാഹു വീണ്ടും അടുത്ത ആയത്തിൽ ആവർത്തിക്കുകയാണ്. വഇദ് അഖദിനാ മീസാഖക്കും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമോ തീർച്ചയായും നിങ്ങളോട് അല്ലാഹു ഒരു കരാറ് വാങ്ങിക്കുകയുണ്ടായി. വഇദ് അഖദിനാ മീസാഖക്കും, നിങ്ങളോട് അല്ലാഹു തആല കരാറ് വാങ്ങിക്കുകയുണ്ടായി. എന്താ കരാറ്? അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കണമെന്നും അല്ലാഹുവിനോട് യാതൊന്നിനെയും പങ്കുചേർക്കരുതെന്നും അതുപോലെ തന്നെ പ്രവാചകനെ പിന്തുടരണമെന്നും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടൊരു കരാറ് വാങ്ങിച്ചു. മാത്രമല്ല വറഫഅനാ ഫൗഖകുമുത് തൂറ, തൂർ പർവ്വതത്തെ നിങ്ങളുടെ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഖുദൂ മാ ആതൈനാകും ബിഖുവ, നിങ്ങൾക്ക് നൽകപ്പെട്ടതിനെ നിങ്ങൾ പൂർണ്ണമായും അതിനെ പിന്തുടരുക, നിങ്ങൾ പിടിച്ചുകൊള്ളുക. വസ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ, അതിലുള്ള ഒന്നിനെ, ആ പ്രമാണത്തിലുള്ളതിനെ നിങ്ങൾ ഓർക്കുകയും അതിനെ നിങ്ങൾ സ്മരിക്കുകയും ചെയ്യുക, എന്നാൽ നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നതാണ്. അപ്പോ അല്ലാഹു തആല ബനൂ ഇസ്രായേലിനോട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കരാറ് അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെ മുറുകെ പിടിക്കുകയും ആ വേദഗ്രന്ഥത്തിലുള്ളതിനെ കൃത്യമായി പാരായണം ചെയ്യുകയും മനസ്സിലാക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ വാങ്ങിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നതിന് വേണ്ടി. പക്ഷേ അവരെന്താ ചെയ്തത്? തുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക, കരാർ ലംഘനം ചെയ്തു.
അതിനുശേഷം നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. അതുകൊണ്ട് ആ പിന്തിരിഞ്ഞു പോയത് കാരണത്താൽ അള്ളാഹു കഠിനമായി ശിക്ഷ നിങ്ങളുടെ മേൽ ഇറക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ കാരുണ്യവും നിങ്ങളിലേക്ക് അവൻ ചൊരിഞ്ഞു തന്നില്ലായിരുന്നുവെങ്കിൽ ലകുൻതും മിനൽ ഖാസിരീൻ, നിങ്ങൾ എന്നേക്കും നഷ്ടവാളികളായി തീർന്നുപോയേനെ. അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ വലിയ കാരുണ്യമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എക്കാലത്തും നഷ്ടവാളികളായി പരാജിതരായി നിങ്ങൾ പോകുമായിരുന്നു. അള്ളാഹു ഓർമ്മപ്പെടുത്തിയതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യഹൂദികളായ ആളുകളോട്, ഇസ്രായേലിൽപ്പെട്ടിരുന്ന ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ മുൻഗാമികളോട് ഞാനൊരു കരാർ വാങ്ങിച്ചിരുന്നു, പക്ഷേ ആ കരാർ അവർ ലംഘിക്കുകയുണ്ടായി. എന്നിട്ടും ഞാൻ അവർക്ക് കരുണ ചെയ്തു, ഞാൻ അവർക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്നേക്കും അവർ കടുത്ത നഷ്ടവാളികളായി തീർന്നുപോയനെ. ഇതൊക്കെ നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഓർക്കണം, നിങ്ങൾ സ്മരിക്കണം എന്നാണ് ഇതിന്റെ ആശയം. അടുത്തതോ വലഖദ് അലിംതുമുല്ലദീന അഅ്തദൗ മിൻകും ഫിസ്സബ്തി, സബ്ത് അഥവാ ശനിയാഴ്ച ദിവസം കൽപ്പന ലംഘിക്കുകയുണ്ടായി. അങ്ങനെ കൽപ്പനയെ ലംഘിച്ച് അതിക്രമം കാണിച്ച ആളുകളെ അല്ലാഹു തആല നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം അവരാരൊക്കെയാണ് എന്ന്. അഥവാ ഇതൊരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ക്രൈസ്തവർക്ക് ഞായറാഴ്ച എന്ന പോലെ മുസ്ലിമീങ്ങൾക്ക് വെള്ളിയാഴ്ച ജുമാ ആക്കി തന്നു. ഇതേപോലെ തന്നെ ജൂതന്മാർക്ക് ശനിയാഴ്ച ദിവസത്തെ ആക്കി കൊടുക്കുകയുണ്ടായി, ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച ദിവസം. പക്ഷെ അല്ലാഹു തആല അവരെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവര് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അങ്ങനെ അവരോട് പറഞ്ഞു, ശനിയാഴ്ച ദിവസം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മീൻ പിടിക്കാൻ പാടില്ല, മീൻപിടുത്തത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന്. അവര് നോക്കുമ്പോ ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പാടില്ല എന്നുള്ള കൽപ്പന അവരുടെ മുന്നിൽ വരികയുണ്ടായി. അതായിരുന്നു അവരുടെ മുന്നിലുള്ള നിരോധനം. അവരെന്ത് ചെയ്തു? അവര് തലേ ദിവസം സമുദ്രത്തിന്റെ അല്ലെങ്കിൽ തടാകത്തിന്റെ ഭാഗങ്ങളിൽ അവര് വലിയ ചാലുകൾ നിർമ്മിച്ചു. വലിയ കനാലുകളും ചാലുകളും നിർമ്മിക്കപ്പെടുകയുണ്ടായി. അഥവാ മീനെങ്ങാനും ചാകരയെങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്താകണം? ഈ ചാലിലൂടെ, ഈ കനാലിലൂടെ ഇവര് പ്രതീക്ഷിക്കുന്ന ഇടത്തേക്ക് വന്ന് കിടക്കണം. ശനിയാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് എന്ത് ചെയ്യണം? അതിനെ പിടിക്കപ്പെടണം. നോക്കണേ തന്ത്രം. ശനിയാഴ്ച പിടിക്കരുതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ശനിയാഴ്ച അവർ മീൻ പിടിച്ചില്ലല്ലോ. ശനിയാഴ്ച മീൻ പിടിച്ചില്ല. പിടിക്കുന്നതിന് പകരം അവർ ഇങ്ങനെയുള്ള തന്ത്രം അവർ ആവിഷ്കരിച്ചു. ഇത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തെറ്റ് ചെയ്ത കാരണത്താൽ അല്ലാഹു തആല എന്ത് ചെയ്തു? അല്ലാഹു പറഞ്ഞു, കൂനൂ ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ കുരങ്ങന്മാരാണ്, നിഷ്ഠരായ, നിസ്സാരരായ, നിന്ദ്യരായ കുരങ്ങന്മാരായി നിങ്ങൾ മാറുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയുണ്ടായി. നോക്കണേ അവരുടെ അവസ്ഥ, കുരങ്ങന്മാരായി. എന്നാ ഈ ഹിക്മത്ത് കാണിച്ച, ആ തന്ത്രം കാണിച്ച ആളുകൾ മുഴുവനും, ആ അക്രമം കാണിച്ച മുഴുവൻ ആളുകളും ആരായി മാറി? കുരങ്ങന്മാരായി മാറുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, فَجَعَلْنَاهَا نَكَالًا لِمَا بَيْنَ يَدَيْهَا وَمَا خَلْفَهَا وَمَوْعِظَةً لِلْمُتَّقِينَ. ഈ സംഭവത്തെ അഥവാ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായത് പ്രവർത്തിച്ചതിന്റെ പേരിൽ അള്ളാഹു ഒരു വലിയൊരു സമൂഹത്തെ മുഴുവനും കുരങ്ങന്മാരായി മാറ്റിയത്, ഇത് പിൽക്കാലത്ത് വരുന്ന മുഴുവൻ ആളുകൾക്കും ഒരു ഗുണപാഠമാണ്. അവർക്കെല്ലാവർക്കും ഇതൊരു ഗുണപാഠമാണ്. അവർക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ഗുണപാഠമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തീരുമാനിക്കുകയുണ്ടായി. വമൗഇദത്തൻ ലിൽമുത്തഖീൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു സാരോപദേശം കൂടി തന്നെയാണ്. നോക്കണേ, ഒരു തെറ്റ് ചെയ്തപ്പോ
ആ വലിയൊരു കൗമിനെ, ഒരു സമൂഹത്തെ അല്ലാഹു തആല കുരങ്ങന്മാരാക്കി മാറ്റുക. എന്തിനാ ഈ കുരങ്ങന്മാരാക്കിയത്? നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന് വേറെ ഏതെങ്കിലും ഒരു ജീവിയാക്കി കൂടായിരുന്നു? എന്തിനാ ഈ കുരങ്ങന്മാരാക്കിയത്? കുരങ്ങന്മാരെ ആക്കിയത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വഹിയ അശ്ബഹു ശൈഉൻ ബിൽ ഉനാസി ഫി ശക്ലില്ലാഹി വലൈസത് ബി ഇൻസാനിൻ ഹഖീഖത്തൻ. യഥാർത്ഥ മനുഷ്യൻ, പക്ഷെ മനുഷ്യന്റെ രൂപമാണ്. അല്ലേ? കുരങ്ങന്മാരെ കാണുമ്പോൾ അല്ലേ, കുരങ്ങന്മാര് മനുഷ്യന്റെ രൂപമാണ്. അതിന് മനുഷ്യനോട് കുറച്ച് സാദൃശ്യമുള്ള വേറെ അങ്ങനെ ഒരു ജീവിയില്ല. വേറെ അങ്ങനെ ഒരു ജീവിയില്ല. മനുഷ്യരോട് സാദൃശ്യമായി മനുഷ്യരെ പോലെ കാണപ്പെടുന്ന ഒരു വിഭാഗമാണ് കുരങ്ങന്മാർ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുരങ്ങന്മാരായി മാറ്റപ്പെട്ടത്, മറ്റു മൃഗങ്ങളാക്കാതെ കുരങ്ങന്മാരായി മാറ്റപ്പെട്ടത് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് വലിയ ഗഹനമായി നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ എത്ര കൽപ്പനകളാണ് തിരസ്കരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ ആളുകൾ അള്ളാഹുവിന്റെ എത്ര കൽപ്പനകളെയാണ് ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ശിക്ഷ ഈ ഉമ്മത്തിന് ഉണ്ടാകാത്തത്? എന്താ ഉണ്ടാകാത്തത്? പറയുക. നേരത്തെ ഉള്ള കൗമ് തെറ്റ് ചെയ്തപ്പോ അല്ലാഹു തആല ഉടൻ പണിഷ്മെന്റിന് ഭൂമിയിൽ വെച്ച് തന്നെ കൊടുക്കുകയാണ്, ശിക്ഷ കൊടുക്കുകയാണ്. എന്താ ഈ ഉമ്മത്തിന് ഉണ്ടാകാത്തത്? പറയുന്നു. ആർക്കും അറിയത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്. തങ്ങൾ ദുആ ചെയ്തു, ഏ അല്ലാഹ്, എന്റെ സമുദായം തെറ്റ് ചെയ്താൽ അവരെ ഒന്നടങ്കം നീ എന്ത് ചെയ്യരുത്, ഈ ഭൂമി ലോകത്ത് വെച്ച് ഹലാക്കിലാക്കരുത്, ശിക്ഷയാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അത്ര കരുണയാണ് ഈ ഉമ്മത്തിനോട്, അത്ര കരുണയാണ് ഈ ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഒരൊറ്റ കാരണത്താലാണ്, ഒറ്റ ബേസിലാണ് അള്ളാഹുവിന്റെ പണിഷ്മെന്റ് വരാത്തത്, കൂടുതൽ ശിക്ഷകൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തത്. നഊദു ബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഭയപ്പെടണം. അല്ലേ? ഒരു തെറ്റ് ചെയ്തപ്പോ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകരുതെന്ന് പറഞ്ഞു. മീൻ പിടിക്കാൻ അവർ യഥാർത്ഥത്തിൽ മീൻ പിടിക്കാൻ പോയില്ല. പക്ഷെ അവരിവിടെ അള്ളാഹുവിനേക്കാൾ വലിയ തന്ത്രം അവർ കാണിക്കേണ്ട. അവരുടെ മുന്നിൽ ഒരു പരീക്ഷണമാണ്. മുന്നിൽ വന്ന് ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഈ കടപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്കറിയാം, അവരുടെ ചാകര വന്നു കഴിഞ്ഞാൽ അവരുടെ പിന്നെ മനസ്സും ഇതൊക്കെ മാറും. പിന്നെ അവർ വേറൊരു ഹാലിലാണ്. അവർ പിന്നെ വേറെ എല്ലാത്തിനും അവരൊക്കെ മറക്കും. പിന്നെ അവർക്ക് മീനെ എന്നുള്ള ഒറ്റ ലക്ഷ്യമേ അവർക്കുള്ളൂ, മീൻ പിടിക്കുക. എത്രത്തോളം പിടിക്കാൻ കഴിയുമോ അത്രത്തോളം പിടിക്കുക. മീൻ വന്നു കഴിഞ്ഞാൽ അന്നാണ് അവിടുത്തെ പെരുന്നാൾ. വള്ളവും വലയായിട്ട് പോകുന്ന ആളുകൾക്ക് മീൻ ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയാൽ അന്ന് കുശാലാണ് അവർ, അന്ന് വലിയ പെരുന്നാളാണ്. നമ്മളെപ്പോലെയല്ല. നമ്മളെപ്പോലെ ഈ സൂക്ഷിച്ചു വെക്കുക, അക്കൗണ്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കുക, അവിടെ കൊടുത്തു വെക്കുക, ഇവിടെ കൊടുത്തു വെക്കുക, അതൊന്നുമില്ല. അന്നന്ന് വരുന്നത് ലാവിഷായിട്ട് അടിച്ച് പൊളിച്ച് കുറെ എണ്ണം കുടിച്ചു കളയും, കുറെ എണ്ണം പോയി നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ എടുക്കും. അന്ന് പിള്ളേർക്കെല്ലാം വലിയ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വലിയ ലാവിഷായിട്ട് പിറ്റേ ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ അവർ നോക്കിയോ കാത്തൊന്നും വെക്കത്തില്ല. 5 വർഷം ഞാൻ അവരെ പഠിച്ചവരാണ്, അതുകൊണ്ട് എനിക്കറിയാം. മീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കടപ്പുറം മുഴുവൻ വലിയ ഉത്സവമാണ്. നമുക്കപ്പോഴേ അറിയാം. ഇല്ലെങ്കിൽ ഒരു ശോകമൂകമായ നിലയിൽ ആരും ആരോടൊന്നും മിണ്ടാട്ടോ ഇല്ല, ഒരു ചിരിയില്ല, ഒരു ഇതില്ല എന്നും പറഞ്ഞ് അങ്ങനെ പോകും. പക്ഷെ മീൻ വന്നു കഴിഞ്ഞാൽ കടപ്പുറം ഇളകി മറിയും, വല്ലാത്ത സന്തോഷമാണ്. ഇതേപോലെയാണ് മീനിങ്ങനെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യുക? പിടിക്കാനും പറ്റത്തില്ല. പിന്നെ എന്താ ചെയ്യുക? അവസാനം ഒരു ഹിക്മത്ത് പ്രയോഗിച്ച് ചാല് കീറി വിടുക, ഇതിനെ എല്ലാത്തിനും അകത്തോട്ട് കയറ്റി വിടുക. പിറ്റേ ദിവസം അതിനെ പിടിക്കുക. സുബ്ഹാനല്ലാഹ്. ആ ഒരൊറ്റ തെറ്റ് ചെയ്തപ്പോ അല്ലാഹു തആല കുരങ്ങന്മാരാക്കിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം മരിക്കുന്ന സമയം വരെ റബ്ബിന്റെ കൽപ്പനകളെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഖൗമായി അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസ്വാറാ والصابئين من آمن بالله واليوم الآخر وعمل صالحا
فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك.